പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ ഗായകൻ അക്ബർ രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തിരുന്നു. രേണുവിനെ ഇങ്ങനെ വിളിച്ചത് ആഘോഷമാക്കിയ പല യൂട്യൂബർമാരും ഉണ്ടായിരുന്നു. അവൾക്ക് ചേർന്ന പേരാണിതെന്നും അക്ബറിന് നല്ലൊരു കയ്യടി കൊടുക്കാം എന്നൊക്കെയായിരുന്നു കമന്റുകൾ. എന്നാൽ ശരിക്കും ഇത് കയ്യടിക്ക് അർഹതപ്പെട്ട ഒരു കമന്റ് ആണോ? ഒരു സ്ത്രീയെ ഇത്രമേൽ അധിക്ഷേപിക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? ശരിയാണ്, ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് തനിക്ക് പറഞ്ഞിട്ടില്ലാത്ത പണിയായ അഭിനയം ചെയ്ത് രേണു കുറെ ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അഭിനയിച്ച് കുറെ കളിയാക്കലുകൾ കിട്ടിയതല്ലാതെ ആ സ്ത്രീ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? മാന്യമായ ജോലി ചെയ്ത് പ്രായമായ മാതാപിതാക്കളെയും രണ്ടു മക്കളെയും നോക്കുന്നില്ലേ? അല്ലാതെ വേറെ വൃത്തികേടുകളൊന്നും പുള്ളിക്കാരി ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും എന്തിനാണ് ചിലരിടുന്ന ട്രോളുകൾ കണ്ടിട്ട് രേണുവിനെ ഇത്രമേൽ അധിക്ഷേപിക്കുന്നത്? ബിഗ് ബോസിന് വെളിയിലെ കാര്യങ്ങളൊക്കെ വെച്ച് എന്തിനാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ രേണുവിനെ ഒറ്റപ്പെടുത്തുന്നതും ആവശ്യമില്ലാത്ത പേരുകൾ വിളിച്ച് കളിയാക്കുന്നതും? അക്ബറിന് വിവരവും വിദ്യാഭ്യാസവും കൂടിപ്പോയത് കൊണ്ടാവാം ഇത്തരത്തിൽ സംസാരിക്കുന്നത്. ഒരു സ്ത്രീയെ മോശമായി കളിയാക്കിയിട്ട് അതിനെ അഭിനന്ദിച്ച് കമന്റ് ഇടുന്നവരെയും സമ്മതിക്കേണ്ടിയിരിക്കുന്നു. സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതുകൊണ്ട് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അഴുക്കടിഞ്ഞുകൂടുന്ന സ്ഥലമാണ് രേണുവെന്നാണോ? അങ്ങനെ വിളിച്ച അക്ബറിനെ അത്രയും അഴുക്ക് വേറെ ആർക്കും ഉണ്ടാവില്ല. എന്തായാലും ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വരികയാണെങ്കിൽ അക്ബറിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുക തന്നെ വേണം. അയാൾക്ക് തക്കതായ പണിഷ്മെന്റും കൊടുക്കുകയും വേണം. 6 അല്ല 60 സീസൺ കഴിഞ്ഞാലും ബിഗ് ബോസ് എന്ന ഷോയുടെ നിലവാരം ഒരിക്കലും മാറുകയില്ല. രേണുവിൽ ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ കണ്ട് അവരെന്തിനാണ് ഇത്രമേൽ തരം താഴ്ത്തുന്നത്? അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഭർത്താവ് മരിച്ചതിനു ശേഷം ആരുടെയും മുൻപിലും ഒരു രൂപയ്ക്ക് പോലും കൈനീട്ടാതെ ആ കുടുംബത്തെ നന്നായി നോക്കുന്ന രേണുവല്ലേ അക്ബറിനേക്കാൾ ഒരു പടി മുൻപിൽ നിൽക്കുന്നത്. അക്ബർ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് കമന്റായി രേഖപ്പെടുത്തുക. പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.